അപ്പൊ നമ്മുടെ ഗുരുവായൂർ ഉത്സവം ആരംഭിക്കാൻ പോവാണ്. അതിനോടനുബന്ധിച്ചാണ് 28-ാം തീയതി, ഈ മാസം ഫെബ്രുവരി 28-ാം തീയതി ആനയോട്ടുണ്ട്. ശനിയാഴ്ച വരുന്നത്. ബിയർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂടുതൽ സൗകര്യം ആൾക്കാർക്ക് ആനയോട്ടം കാണുവാനായിട്ട്. അപ്പൊ നമ്മുടെ ഉത്സവത്തിന്റെ തുടക്കമല്ലേ, ഒന്നാം ഉത്സവമല്ലേ? അല്ല, സ്റ്റാർട്ടിംഗ് ആണ്. അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കൊടി കയറാ. അങ്ങനെയാണ് ഇവിടുത്തെ ഇത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞളാലിന്റെ അവിടെ നിന്നിട്ടാണ് ആനകൾ ഓടി വരുന്നത്. അതിനൊരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. അതിന്റെ ഐതിഹ്യം കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ മറ്റേ ഗുരുവായൂർ അമ്പലത്തില് ശീവേലിക്ക് ആന ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ശീവേലി എടുക്കാൻ വേണ്ടി ആന എവിടെന്നോ ഓടി വന്നു എന്നാ പറയണത്. അപ്പൊ അതിന്റെ ഒരു ഐതിഹ്യപരമായിട്ടാണ് ആനയോട്ടം നടത്തുന്നത് ഇവിടെ. ആ ഉത്സവത്തിനോട് കൂടിയിട്ടാണ് ഈ ആനയോട്ടം വരുന്നത്. ആനയോട്ടം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ആനയോട്ടം നടക്കുന്നത്. ആ ആനയോട്ടം കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മളാണ് കൊടിയേറ്റ് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. ആദ്യം ജയിക്കണ ആനയാണ് നേരെ അങ്ങോട്ട് അകത്ത് കയറും. പിന്നെ ആനക്കുള്ള ട്രീറ്റ് ആണ്. പിന്നെ ആ ആന പിന്നെ ഒരു വർഷം ഫുള്ളായിട്ട് ഗുരുവായൂരപ്പന്റെ തിടമ്പെടുക്കുന്നത് ആ ആനയായിരിക്കും. അതാണ് അതിന് സ്പെഷ്യൽ മറ്റേ എന്താ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഉള്ളത്. സ്പെഷ്യൽ ആയിട്ട് നോക്കും, ചെയ്യും. അടിപൊളി എന്തായാലും. പിന്നെ അത് കഴിഞ്ഞ് 10 ദിവസമാണ് ഉത്സവം വന്നത്. 10-ാമത്തെ ദിവസം ആറാട്ടിനന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം, ഗുരുവായൂരമ്പലത്തിൽ വലിയൊരു കുളമാണുള്ളത്. അവിടെ എല്ലാ ഭക്തരും വന്നിട്ട് ചാടും കുളത്തിലേക്ക്. എന്നിട്ട് ഗുരുവായൂരപ്പനെ അങ്ങനെ കുളിപ്പിക്കുക. സെൻട്രലിൽ ഗുരുവായൂരപ്പൻ ഉണ്ടാവും. അത്രയും വലിപ്പമുള്ള കുളത്തിന് നടുക്കിക്ക് എല്ലാരും ഓടി. ഞങ്ങള് അതേ മുൻപ് എനിക്ക് നീന്തൽ അറിയില്ലേ. കുളം കാണുന്ന പോലെ ഇറങ്ങി കഴിഞ്ഞാൽ കടലിറങ്ങിയ പോലെ അത്ര വലിപ്പമാണ് ആ കുളത്തിന്. നമുക്ക് പേടി തോന്നും. നമുക്ക് വെള്ളം എല്ലാവരും നീന്തുവാണല്ലോ. കയ്യും കാലത്തടിച്ച് വെള്ളം അങ്ങനെ ഓളം തട്ടിയിട്ട് ഭയങ്കര. എന്റെ അനുഭവം എന്താ വെച്ചാലേ, ആ കുളത്തിലേക്ക് കണ്ട് ചാടി അവിടെ നിൽക്കുമ്പോ ഉണ്ടല്ലോ, നമ്മള് ഇങ്ങനെ ചുറ്റോളം നോക്കുള്ളൂ കടലിലൊക്കെ എത്തിയ പോലെ. അത്രയ്ക്ക് അറ്റത്തേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നടുക്കായിട്ട് ഗുരുവായൂരപ്പന്റെ നടുക്കിന്റെ അതിനെക്കാട്ടും വിട്ടിട്ട് റൗണ്ടിലായിട്ട് കെട്ടിണ്ടായിരുന്നു. മതിലോട് ചെറുതായിട്ട് രീതിക്ക്. അതെന്തോ ഒരു ഇതല്ലേ, പൈപ്പിന് വേണ്ടിട്ടൊക്കെ ആയിട്ട് കെട്ടിട്ടുണ്ട്. അവിടെ പിന്നെ സുഖമായിട്ട് നിക്കാൻ പറ്റുന്നുണ്ട്. ഞാനൊക്കെ വെച്ച് നടുക്കുണ്ടല്ലോ ഭയങ്കര ആഴാവും, നിക്കാൻ പറ്റില്ലെന്നാ. ഗുരുവായൂരപ്പന്റെ തൊട്ടടുത്ത് അന്നേ ദിവസം ആറാട്ടിന്റെ അന്ന് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഉണ്ട് കുളത്തിൽ. ആ കുളത്തില് ആ ഭഗവാനെ നമ്മൾ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച് ഭഗവാന്റെ ചെവിയില് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചെങ്കിൽ അത് നമ്മൾ പറഞ്ഞാൽ അത് സാധിക്കും എന്നാണ് ഈ ആറാട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് എല്ലാവരും ചാടുന്നതിന് വേണ്ടിയിട്ടാണ് കുളത്തിലേക്ക്. അത് ഭഗവാനോട് നേരിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഉത്സവത്തിന് 1, 2, 3, 4 സ്റ്റേജാണ് അമ്പലത്തിൽ വന്നിരിക്കുന്നത്. 4 സ്റ്റേജ് ഉണ്ട്. ഈ 4 സ്റ്റേജിൽ റെഗുലർ പ്രോഗ്രാമും ഉണ്ടായിരിക്കും. അങ്ങനെ ഗംഭീര പരിപാടിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പുഷ്പോത്സവം വന്നിട്ടുണ്ട്. അതിന്റെ മറ്റേ സജ്ജീകരണങ്ങളിലൊക്കെ ആയിട്ടുണ്ട്, സ്റ്റാർട്ടായിട്ട്. പുഷ്പോത്സവം സ്റ്റാർട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഉണ്ടാക്കലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അകത്തെല്ലാം കെട്ടിലൊക്കെ ഉണ്ട്. പുഷ്പോത്സവം അത്യാവശ്യം എക്സിബിഷൻ പോലത്തെ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അത് 28-ാം തീയതി ഓപ്പൺ ആവില്ല. 28-ാം തീയതി ഓപ്പൺ ആവും. 29 ഇല്ല, ഈ മാസം 28 ഉള്ളൂ. അല്ല, 1-ാം തീയതി ഓപ്പൺ ആവും. 1-ാം തീയതി ഈ ഞാൻ നോക്കിയപ്പോ കലണ്ടർ ഫെബ്രുവരി മാർച്ച് ഒരേ ഡേറ്റാ. 2-ൽ 29 ഇല്ല. ഇപ്പൊ തിങ്കളാഴ്ചയാണ് കറക്റ്റ് ഞായറാഴ്ച വന്നത്. ഫെബ്രുവരിയിലും മാർച്ചിലും ആണല്ലേ ഒരേപോലെ കലണ്ടർ. അല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ മാസം. പക്ഷെ മാർച്ച് 30 ദിവസം ഉണ്ടാവും. 30 ദിവസം ഉണ്ടാവും. 28 പോരാ. എന്നാ കൂടുതൽ ഉണ്ടാവും ചിലപ്പോ. എന്നാ വെച്ചാൽ ഒരേപോലെയാണ് ഫെബ്രുവരി മാർച്ചും തുടക്കം. വിത്തുകളെല്ലാം ഒരു ഏകദേശം കറക്റ്റ് തന്നെ, ഒരു വ്യത്യാസമില്ല. ഇത്രയും കറക്റ്റാണ്. പിന്നെ 10 ദിവസം ഉത്സവം ഉണ്ട്. അടിപൊളി. ഈ കാണുന്ന തിരക്ക് പിന്നെ എപ്പോഴുള്ള തിരക്കാണ്. പക്ഷെ ഈ ഉത്സവ സമയമാകുമ്പോ ഒന്നുകൂടി കൂടും. പിന്നെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാല് വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസം കഞ്ഞിവാർച്ചയുണ്ട്. അതായത് ഈ പ്രദേശത്തുള്ള ആൾക്കാരൊന്നും, ഗുരുവായൂർ പ്രദേശത്തുള്ളവരും ഗുരുവായൂർക്ക് വരുന്നവരും പട്ടിണി കിടക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് എന്താ പറയാ, കഞ്ഞിവാർച്ചുണ്ട് അവിടെ. കഞ്ഞിയും പുഴുക്കുമാണ്. അടിപൊളി ഭക്ഷണമായിരിക്കും. നല്ല ടേസ്റ്റ് ആണ്. 10ാമത്തെ ദിവസം സദ്യ സദ്യ കൊടുക്കുന്നത്. അപ്പൊ അതിന് മുന്നേ പപ്പടവും ചോറൊക്കെയോ
അത് ഉച്ചയ്ക്ക് ഊണ് അല്ലെ? അത് രാവിലെ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് സദ്യ എന്ന് വെച്ചാൽ സദ്യ അല്ല, സദ്യ നല്ല കേട്ടോ, ചോറും മോരുകറിയും പിന്നെ നല്ല എണ്ണയിൽ ചുട്ടും അപ്പടം ഉണ്ടാവും. അങ്ങനെ അടിപൊളി ഫുഡാണ്. വൈകുന്നേരമൊക്കെ എങ്ങനെ തിരക്കില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അവിടെ. പിന്നെ 10ാം ദിവസമാണ് സദ്യ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതിന്റെ മറ്റെന്താ പറയാ, ഈ കഞ്ഞി പാർട്ടിക്ക് വേണ്ടി ചക്ക, അതുപോലെ തന്നെ മത്തങ്ങ, ഈ മോരുകറി വെക്കാനുള്ള മത്തങ്ങ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെട്ടുന്നത് കാണേണ്ട ഒരു കാഴ്ചയാണ്. അതെ, അത് ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേക സ്പേസിനോട് ഒരുക്കും. മത്തങ്ങ ഇങ്ങനെ കൂട്ടി ചക്കൊക്കെ കാണാം, ഭംഗിയാന്നറിയാം. എല്ലായിടത്തും കട്ട് ചെയ്ത് എല്ലാം അതിന് വേണ്ടിയിട്ട് ആൾക്കാർ കത്തിയായിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ടാവും. ഒരു കട്ടിയും നല്ല രസമാണ്. അതായത് സംഭവ ബഹുലമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞില്ലേ, അതാണ് അത്ര അടിപൊളിയാണ് കാണാൻ. ശരിക്കും അടിപൊളിയാണ് സംഭവം. കട്ടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാരും കൂടിയിട്ട് ഒരു 10 ദിവസം അടിപൊളിയാണ് ഉത്സവത്തിനോടനുബന്ധിച്ച്. ഇപ്പൊ ഈ ഉത്സവം പറയുമ്പോൾ കഴിഞ്ഞു പോയപ്പോ തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ പോലെ ഉത്സവം പെട്ടെന്ന് കഴിഞ്ഞായിരിക്കും, ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ ഒരു സ്റ്റേജ് ഫുള്ളായിട്ട് തിരുവാതിര കളിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അത് എങ്ങനെയാണെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള തിരുവാതിര കളി ഉണ്ട്, ബേസിക് രീതിയിലുള്ള അത് വേണം കളിക്കാൻ. അങ്ങനെയൊക്കെയുള്ള മറ്റേ എന്താ പറയുക മത്സരമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ജഡ്ജിയൊക്കെ ഇരിപ്പുണ്ട് അവിടെ, ജഡ്ജി ഉണ്ട്. അതൊരു പ്രത്യേക രസമാണ് കാണാനായിട്ട്. മത്സരക്കളി ഇവരെല്ലാരും കൂടിയിട്ട് കൊള്ളാം, എന്തായാലും അടിപൊളിയാണ്. പിന്നെ ഉത്സവത്തിനോടനുബന്ധിച്ച് ചടങ്ങുകളാണല്ലോ, അതുപോലെ തന്നെ ഈ മേളങ്ങളാണെങ്കിലും പഞ്ചവതിയൊക്കെയാണോ അടിപൊളിയാവും. വൈകുന്നേരം 6-6:30 കഴിഞ്ഞ് തുടങ്ങും. വൈകുന്നേരം 10 മണിക്ക് കഴിയുമ്പോ 3 തായമ്പക ആലോചിക്ക് ഒരു ദിവസം. ഞാനൊക്കെ 3 കണ്ടിട്ട് പോരുള്ളൂ. അടിപൊളിയാക്കാണ്, അടിപൊളിയാണ്. അവിടെ ഊരായ ഉത്സവം എന്ന് പറഞ്ഞപ്പോ എല്ലാരും വരെ ആനയോട്ടം കാണാനായിട്ടും നമുക്ക് എല്ലാവർക്കും തകർക്കാം ഉത്സവം. അടിപൊളി. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.